ഈ ഇലക്ഷൻ കാലത്ത് റിലീസ് ചെയ്ത ബി ഉണ്ണികൃഷ്ണൻ്റെ പൊളിറ്റിക്കൽ ഡ്രാമ ജോണറിൽപ്പെട്ട പ്രതിച്ഛായ എന്ന സിനിമ മസ്റ്റ് വാച്ച് ഗണത്തിൽപ്പെട്ട ഒരു സിനിമയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. സിനിമയുടെ സ്ക്രിപ്റ്റിലും മേക്കിങ്ങിലുമൊക്കെ ഒരുപാട് പോരായ്മകളുണ്ടെങ്കിലും മസ്റ്റ് വാച്ച് എന്ന് പറയാൻ പ്രേരിപ്പിച്ച ഘടകം അതിൻ്റെ രാഷ്ട്രീയമാണ്. സിനിമ ബ്രില്യൻസ് ഒന്നും ഉണ്ണികൃഷ്ണൻ കാണിക്കുന്നില്ലെങ്കിലും പൊളിറ്റിക്കൽ ബ്രില്യൻസ് നല്ല ഭംഗിയായി കാണിക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, ജനാധിപത്യത്തിൻ്റെ ഉത്സവം നടക്കുന്ന ഈ സമയത്ത് രാഷ്ട്രീയത്തെ സീരിയസ് ആയി കാണുന്ന ഓരോ വോട്ടറും വോട്ട് ചെയ്യാൻ പോകും മുമ്പ് പ്രതിച്ഛായ എന്ന സിനിമ ഒന്ന് കണ്ടിരിക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ കൊച്ചു സ്റ്റേറ്റിലെ മലയാളിയായ നമ്മളെ ആര് ഭരിക്കണമെന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാനുള്ള സുന്ദരമായ അവസരം. ഈ അവസരം ഓരോ വോട്ടറും ബുദ്ധിപരമായി ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രതിച്ഛായ ഒരു പ്രൊപ്പഗണ്ട മൂവിയായി തോന്നിയില്ല. നമ്മൾ മനുഷ്യന്മാർക്ക് കൂടുതൽ പേർക്കും ഷോർട്ട് ടൈം മെമ്മറിയാണ്. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ നടന്ന ഭരണവും അതിനു മുമ്പുണ്ടായിരുന്ന 5 വർഷത്തെ UDFൻ്റെ ഭരണവും ഒന്ന് താരതമ്യം ചെയ്തു നോക്കാൻ പ്രേക്ഷകനെ സഹായിക്കും പ്രതിച്ഛായ എന്ന മൂവി. പാർട്ടിയിൽ ജനാധിപത്യം കൂടുതലായതുകൊണ്ടാണ് ഗ്രൂപ്പുകളെയും പാരവെപ്പും ഒക്കെ ഉണ്ടാകുന്നതെന്നാണ് കോൺഗ്രസ്സുകാരുടെ അഭിപ്രായം. ശരിയാണ്, പണത്തിനും അധികാരത്തിനൊക്കെ വേണ്ടി നടക്കുന്ന വടംവലിയുടെ പേരിൽ എതിർ ഗ്രൂപ്പിൽപ്പെട്ട നേതാക്കളെ പെണ്ണ് കേസ് ഉൾപ്പെടെയുള്ള കേസുകളിൽ പെടുത്താറുണ്ട് കോൺഗ്രസ്സുകാർ. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ നടന്നത് ശരിക്കും ചതിയാണ്. ഉമ്മൻചാണ്ടിയെ CM കസേരയിൽ നിന്ന് വലിച്ചിറക്കി ആ കസേര സ്വന്തമാക്കാൻ ഒന്നും രണ്ടുമല്ല നിരവധി കോൺഗ്രസ് നേതാക്കളാണ് പരിശ്രമിച്ചത്. ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ളവരെ പോലും അവരിതിന് ഉപയോഗിച്ചു. ചിലപ്പോൾ ഉമ്മൻചാണ്ടിക്ക് കർമ്മഫലം തിരിച്ചു കിട്ടിയതാവും. ലീഡറെയും AK ആന്റണിയൊക്കെ CM കസേരയിൽ നിന്ന് വലിച്ചിറക്കി ആ കസേര സ്വന്തമാക്കാൻ ഉമ്മൻചാണ്ടിയും കുറേ ഗ്രൂപ്പുകളെയൊക്കെ നടത്തിയിട്ടുണ്ട്. പാർട്ടികളിലും മുന്നണികളിലുമൊക്കെ അധികാരത്തിന് വേണ്ടി ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നത് ഈ കാലത്ത് സ്വാഭാവികമാണ്. പക്ഷേ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു CMനെ ആ കസേരയിൽ നിന്ന് വലിച്ചിറക്കി മുഖ്യമന്ത്രി കസേര കയ്യേറുന്നത് കോൺഗ്രസിൽ മാത്രം കാണുന്ന ഒരു പ്രതിഭാസമാണ്. അതിനുവേണ്ടി പ്രായം പരിഗണിക്കാതെ പെണ്ണുകേസടക്കം എന്തും എടുത്ത് പ്രയോഗിക്കും കോൺഗ്രസ്. അയൽ സംസ്ഥാനമായ കർണാടകയിൽ ഇലക്ഷൻ കഴിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് DK ശിവകുമാർ മുഖ്യമന്ത്രിയെ മാറ്റി ആ കസേര കയ്യേറാൻ. വർഷാവർഷം മുഖ്യമന്ത്രിമാർ മാറി മാറി വരുന്നത് സ്റ്റേറ്റുകളുടെ വികസന പ്രവർത്തനങ്ങളെ പിന്നോട്ടടിപ്പിക്കും. 18% മാത്രം ക്രിസ്ത്യാനികളുണ്ടായിരുന്ന കേരളത്തിൽ നിന്ന് വമ്പൻ നേതാക്കളെ മൂലക്കിരുത്തി ഉമ്മൻചാണ്ടി നേതാവായത് എങ്ങനെയാണെന്ന് അറിയാമോ? KSU നേതാവായിരുന്ന കാലം മുതൽ കേരളത്തിലെ 1-ാം നമ്പർ പത്രം ഉമ്മൻചാണ്ടിയെ PR കൊടുത്ത് വളർത്തുകയായിരുന്നു. അങ്ങനെ കിട്ടിയ നേതൃസ്ഥാനം നിലനിർത്താൻ ഉമ്മൻചാണ്ടി കേരളത്തിലെ 2 ന്യൂനപക്ഷ വർഗീയതകളെയും മാറി മാറി താലോലിച്ചു. ആ താലോലിപ്പിന് കോൺഗ്രസ് ഇന്ന് കൊടുക്കുന്ന വില വളരെ വലുതാണ്. ഭരിക്കാൻ മുട്ടി നിൽക്കുന്ന കോൺഗ്രസ് നിങ്ങൾക്ക് 21 MLA നിലവിലുള്ളൂ എന്നൊരു ഓർമ്മ വേണം. 21 എന്നുള്ളത് 50 എന്ന നമ്പറിലേക്കെങ്കിലും മാറ്റിയില്ലെങ്കിൽ 2011 അവസ്ഥയുണ്ടാവും. UDFന് പിന്നിൽ നിൽക്കുന്ന ജമായത്ത് നാട് ഭരിക്കും. 2 MLA മൂത്രമൊഴിക്കാൻ പോയാൽ സർക്കാർ വീണുപോകും. ഡീലിമിറ്റേഷനിലും കോൺഗ്രസ്സിന് ഒരുപാട് പോരായ്മകൾ സംഭവിച്ചു. കോൺഗ്രസ്സിലെ മുതിർന്ന നേതാക്കളും കേരളത്തിലെ പ്രബല സാമുദായിക സംഘടനകളും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചെന്നിത്തല മതി എന്നൊരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ള നേതാവ് ക്രിസ്ത്യ സഭകളുടെ പിന്തുണയോടുകൂടി മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരാനാണ് സാധ്യത. മുസ്ലിം വിഭാഗങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിലും VD സതീശൻ വായിക്കിട്ടലച്ചതും ജാഥ നടത്തിയതും വെറുതെ ആവാനാണ് സാധ്യത. സിനിമയിലെ നിഷാ ചന്ദ്രനെ പോലെയുള്ള അവതാരങ്ങൾ നമ്മുടെ മന്ത്രിമാരെയും MLA പാവാട വള്ളിയിൽ കെട്ടിവലിച്ചുകൊണ്ട് നടന്ന 2014-15 കാലഘട്ടം ആവർത്തിക്കപ്പെടാനാണ് സാധ്യത. മീഡിയയും പത്രങ്ങളും അവരുടെ ബിസിനസ് കൂട്ടും. പക്ഷേ കുട്ടികളുള്ള വീടുകളിൽ TV വയ്ക്കാൻ പറ്റാതിരുന്ന അന്നത്തെ അവസ്ഥയോർത്ത് ഭയം വരും. അതൊഴിവാക്കാൻ വോട്ടും ചെയ്യാൻ പോകും മുമ്പ് പ്രതിച്ഛായ സിനിമ ഒന്ന് കാണണമെന്ന് ഞങ്ങൾ വോട്ടർമാരോട് ഒന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. പൊതുജനം വിശ്വസിക്കുന്നത് പോലെ പ്രതിച്ഛായ സിനിമ പറയുന്നത് പോലെ
അന്നുണ്ടായ പീഡനാരോപണ കേസിൽ ഉമ്മൻചാണ്ടി 100% നിരപരാധിയായിരുന്നുവെന്നാണ് ഞങ്ങളും വിശ്വസിക്കുന്നത്. പക്ഷേ അന്നുണ്ടായ ആ വിവാദത്തിൽ ഉമ്മൻചാണ്ടി മാത്രമാണ് നിരപരാധി എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. കുഞ്ഞിൻ്റെ മറപിടിച്ച് രക്ഷപ്പെട്ട 1 ഡസനോളം നേതാക്കൾ അപരാധികൾ തന്നെയായിരുന്നു. സിനിമയിലും അവരെക്കുറിച്ചൊന്നും പറയുന്നില്ല. സമൂഹത്തിലെന്ന പോലെ പുരുഷൻ്റെ ഇമോഷനുകളെ ഫുൾഫില്ല് ചെയ്യാനുള്ള ജീവികളായിട്ട് മാത്രമാണ് സ്ത്രീ കഥാപാത്രങ്ങളെ ഈ സിനിമയിലും കാണിക്കുന്നത്. അതിനെ സാധൂകരിക്കുന്ന ഒരു മെസ്സേജും ഈ സിനിമ കൊടുക്കുന്നുണ്ട്. റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പീഡന കേസുകളിൽ ഭൂരിഭാഗവും ബിസിനസ്സിന് വേണ്ടി മീഡിയയും കോർപ്പറേറ്റുകളും ചേർന്നുണ്ടാക്കുന്ന സ്റ്റോറികൾ മാത്രമാണെന്നാണ് സിനിമ പറഞ്ഞു വയ്ക്കുന്നത്. ചാണ്ടിയുമ്മനെ മുഖ്യമന്ത്രിയാക്കി കാണിച്ച് ഗ്രൂപ്പുകാരെ സുഖിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് ഉമ്മൻചാണ്ടി സ്നേഹികളായ കോൺഗ്രസ്സുകാർ സിനിമ ഏറ്റെടുത്തിട്ടുണ്ട്. യഥാർത്ഥ കോൺഗ്രസ്സുകാർ ജാഗ്രത. സോളാർ വിവാദം സിനിമയാക്കാൻ ഇതിലും നല്ലൊരു സ്ക്രിപ്റ്റ് എഴുതി വച്ചിരുന്ന ചില തടസ്സങ്ങൾ കാരണം സാധിച്ചില്ല. പ്രതിച്ഛായ കണ്ടപ്പോൾ ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി. എല്ലാവരും പോയി സിനിമ കാണുക, വോട്ട് ചെയ്യുക. താങ്ക് യു.